പൊന്നുമക്കളെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കേട്ട് മടുത്ത് പണ്ടാരം തുടങ്ങി. ഏറ്റവും പുതിയ സാധനം എന്ന് പറയാൻ പറ്റത്തില്ല, 3-4 മണിക്കൂർ മുമ്പേ വന്നിട്ടുള്ള സാധനമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ വുക്കോമാനോവിച്ചിന് ശേഷം സെർജിയോ ലൊബേരെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അതുകൂടാതെ നമ്മുടെ FC ഗോവയുടെ പരിശീലകനായ മനോലോയെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളി ഇടയ്ക്ക് ഇന്ത്യൻ പരിശീലകനുമായിരുന്നല്ലോ. പക്ഷേ എന്താണ് പറയുന്നത്, ലൊബേറെ അവരുടെ ക്ലബ്ബ് വിട്ടുകൊടുത്തില്ല, വളരെ വലിയ ട്രാൻസ്ഫർ ഫീസ് ആവശ്യപ്പെട്ടു. ലൊബേറ ഒന്നും ബ്ലാസ്റ്റേഴ്സിൽ വരത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ലൊബേറ ഡിമാൻഡിങ് കോച്ചാണ്, നല്ല പ്ലേയേഴ്സിനെ കിട്ടാതെ ലൊബേറ ഇങ്ങോട്ട് വരത്തില്ല. പുള്ളി ഈസ്റ്റ് ബംഗാളിനെ കുറിച്ച് എല്ലാം പറഞ്ഞപ്പം ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സിന് ലിസ്റ്റ് കൊടുത്തു. ഒഡീഷ ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സിനെ എടുക്കുന്നത് കൊണ്ടാണ് പുള്ളി അങ്ങോട്ട് പോയത്. ഇപ്പോൾ മോഹൻ ബഗാനിലേക്ക് പോയതും പുള്ളിക്ക് വേണ്ട പ്ലേയേഴ്സിനെ കൊടുക്കുന്നതുകൊണ്ടാണ്. ഇവാൻ വുക്കോമാനോവിച്ചിനെ പോലെ ഒരു കോച്ച് ഡിമാൻഡിങ് അല്ലാതെ ഇവന്മാർ കൊടുക്കുന്ന സാധനങ്ങളെ ഇട്ട് ഒരു വിധത്തിൽ ടീമിനെ പ്ലേ ഓഫിൽ കൊണ്ടുപോകുന്നു. കാശടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല മക്കളെ, അത് വേറൊരു സത്യമാണ്. പിന്നെ പറയും, ഞങ്ങൾ പെപ് ഗാർഡിയോളെ വേണ്ടി ശ്രമിച്ചിരുന്നു, സിനദീൻ സിദാന് വേണ്ടി ശ്രമിച്ചിരുന്നു, ക്ലോഡിയോ റാനിയേരിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു, ഞങ്ങൾ ഒരുപാട് പേർക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പൈസയൊന്നുമില്ല, നിങ്ങൾ ഞങ്ങളെ കളി പഠിപ്പിക്കാൻ വന്നാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് ആരെ വേണമെങ്കിലും ശ്രമിക്കാം. ആർക്ക് വേണ്ടി വേണമെങ്കിലും ശ്രമം നടത്താം. ഇനിയിപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയെ കൊണ്ടുവരാനും ബ്ലാസ്റ്റേഴ്സിന് ശ്രമിക്കാൻ പറ്റും. ഞങ്ങൾ അവർക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു, ഇവർക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു, കിട്ടിയില്ല, പൈസ കൂടുതലായി, ഇങ്ങനെയുള്ള സാധനം പറയാൻ പറ്റും. നാളെ സിനദീൻ സിദാന് വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് പറയും, പെപ് ഗാർഡിയോളയ്ക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് പറയും. അങ്ങനെ ആരെ വേണമെങ്കിലും ശ്രമിച്ചിരുന്നു എന്ന് പറയാം. കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകനാകാൻ സാവിയെ ക്ഷണിച്ചിരുന്നു എന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ലൊബേറെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള സംഭവം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ശ്രമിച്ച് കാണും, നിങ്ങൾ മനോലോയെ കൊണ്ടുവരാൻ ശ്രമിച്ച് കാണും, ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ആരും വന്നിട്ടില്ലല്ലോ. അപ്പം ഇവരെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടുന്ന പരിപാടി കുറേ കാലങ്ങളായിട്ട് ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് വീഴാൻ താല്പര്യമില്ല സാർ. ഇനി അതിൻ്റെ പേര് അടുത്ത കേസും കൂടെ കിട്ടുമായിരിക്കും. കുറേ കിട്ടിയിട്ടുണ്ട്, എന്നാലും